കൺഗ്രാജുലേഷൻസ് അത്രേ പറയാനായിട്ടുള്ളൂ. കൺഗ്രാജുലേഷൻസ് ടു ബയർ ലെവർകൂസൻ. മിറക്കിളാണ് അവർ കാണിച്ചിരിക്കുന്നത് ഈ സീസണിൽ. ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ബുണ്ടസ് ലീഗയിൽ നമ്മൾ പറയുന്നത് എന്താണ്? ബയൺ തുടർച്ചയായി അവർ 11ാമത്തെ ലീഗ് ടൈറ്റിൽ നേടുമെന്നല്ല, ലീഗ് ടൈറ്റിൽ ബയൺ ഉള്ളതല്ലേ എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ എല്ലാവരും ഒന്ന് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഈ വർഷം ബയണിനെ ഒന്ന് വെള്ളം കുടിപ്പിക്കാൻ പറ്റുമോ? ഈ വർഷം ഡോർട്ട്മുണ്ടിന് ബയൺ മ്യൂണിക്കിൻ്റെ കയ്യിൽ നിന്ന് ആ ടൈറ്റിൽ തട്ടിയെടുക്കാൻ പറ്റുമോ? കഴിഞ്ഞ വർഷം വളരെ ക്ലോസ് ആയിരുന്നു, നമുക്കറിയാമല്ലോ കഴിഞ്ഞ വർഷം നടന്ന സംഭവങ്ങളൊക്കെ. പക്ഷേ നമ്മളാണെങ്കിൽ ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പും ബയൺ മ്യൂണിക് ഹാരി കെയ്നെ കൊണ്ടുവരുന്നു, ടീം സ്ട്രോങ്ങർ ആക്കുന്നു, ഡിലൈറ്റ് വരുന്നു, ഡിലൈറ്റിനെയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞ വർഷം കൊണ്ടുവന്നു. ബട്ട് ഡിലൈറ്റ് വരുന്നു, കിമ്മിൻജെ ഉണ്ട്, ഉപ്പമെക്കാനോ ഉണ്ട്, അൽഫോൺസോ ഡേവിസ് ഉണ്ട്, മുള്ളർ ഉണ്ട്, മുസിയാല ഉണ്ട്. ബയൺ മ്യൂണിക്ക് തന്നെയുള്ളതാണ് ലീഗ്. ഡോർട്ട്മുണ്ട് ചുമ്മാ ഒന്ന് കോമ്പറ്റീഷൻ കൊടുത്താൽ കൊള്ളാം എന്നുള്ള രീതിയിലാണ് നമ്മൾ കടന്നുകൊണ്ടിരുന്നത്. ആരും ലെവർകൂസൻ അടിക്കും എന്നുള്ള കാര്യം ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. ലെവർകൂസൻ ഈ വർഷം ടോപ്പ് 4 കാണുമോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു സീസൺ തുടങ്ങുന്നതിന് മുമ്പ് പലരും ചോദിച്ചിരുന്നത്. കഴിഞ്ഞ വർഷം യൂറോപ്പ ലീഗ് സ്പോട്ട് നേടി, ഈ വർഷം 3ാം സ്ഥാനത്തോ 2ാം സ്ഥാനത്തോ ലെവർകൂസൻ എത്താൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു പലരും ചോദിച്ചുകൊണ്ടിരുന്നത്. ഒരിക്കലും ബയൺ മ്യൂണിക്കിൻ്റെ ടൈറ്റിലിന് വേണ്ടി ഇപ്പോൾ ലെവർകൂസൻ ടൈറ്റിൽ അടിക്കും എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒക്കെ ബെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ വാരിക്കൂട്ടുമെന്നേ പറയാൻ പറ്റത്തുള്ളൂ. ലെവർകൂസനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, നമ്മളെന്നല്ല പൊതുവെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് നെവർകൂസൻ എന്നാണ് അല്ലേ. അവർ ടൈറ്റിൽസ്, അവർ 120 വർഷത്തെ ഫുട്ബോൾ ചരിത്രത്തിൽ അവർക്ക് ടൈറ്റിൽ എന്ന് പറയുന്ന ഒരു സാധനം അടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. 2001-2 തോന്നുന്നു, 1 പോയിന്റിനോ മറ്റോ ഒക്കെ ബുണ്ടസ് ലീഗ ഡോർട്ട്മുണ്ടിനോട് തോക്കുന്നു. പിന്നെ DFB പോക്കലിൽ ഷാൽക്കയോടാന്ന് തോന്നുന്നു തോക്കുന്നു ഫൈനലിൽ. ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ നമ്മുടെ സിദ്ധാൻ്റെ ആ ഒരു വോളി ഗോളിൽ റയൽ മാഡ്രിഡിനോട് തോക്കുന്നു. സോ അവർ ലക്കില്ലാത്തൊരു ടീമാണ്, അവർക്കാണെങ്കിൽ ടൈറ്റിൽസ് അടിക്കാൻ സാധിക്കാത്തൊരു ടീമാണ്, എന്തോ ഇപ്പോൾ ട്രോഫി കേഴ്സ് ഉള്ളൊരു ടീമാണ് എന്ന് ലെവർകൂസനെ കുറിച്ച് പറയാനായിട്ടുണ്ട്. പിന്നെ ബുണ്ടസ് ലീഗിൽ ലെവർകൂസനെ പൊതുവെ ഒരു ടാലൻറ്റ് ഫാക്ടറി ആയിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പം ബയൺ മ്യൂണിക്കിന് സപ്ലൈ ചെയ്യുന്ന കാര്യത്തിൽ, അത് വേറെ യൂറോപ്പിലെ മറ്റ് ബിഗ് ടീമുകളിലേക്ക് പ്ലേയേഴ്സിനെ സപ്ലൈ ചെയ്യുന്ന കാര്യത്തിൽ ഒരു ടാലൻറ്റ് ഫാക്ടറി എന്നുള്ള രീതിയിലാണ് ലെവർകൂസനെ മിക്കവരും കണ്ടുകൊണ്ടിരുന്നത്. ലാസ്റ്റ് സീസൺ 2022-23 സീസണിൽ റെലഗേഷൻ സോണിൽ നിന്നും 1 പോയിന്റ് മുകളിൽ മാത്രം നിൽക്കുമ്പോൾ സാബി അലോൺസോനെ അവർ അപ്പോയിൻറ്റ് ചെയ്യുകയാണ് കോച്ചായിട്ട്. സാബി അലോൺസോ വരുന്നു, അവിടെ നിന്നും പുള്ളി ആ ടീമിനെ മെൻ്റലി ബൂസ്റ്റ് ചെയ്തുകൊണ്ട് എൻറ്റയർലി ഈ വർഷം അവർ കളിക്കുന്നതിൽ നിന്നും ഡിഫറൻറ്റ് സിസ്റ്റമാണ് അവർ കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിരുന്ന ഡിഫൻസീവ് സ്റ്റെബിലിറ്റി ആണെന്ന് സാബി അലോൺസോ മനസ്സിലാക്കുന്നു. അവിടെ വരുന്നു, ആളുടെ പ്രിൻസിപ്പിൾസ് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. 6ാം സ്ഥാനത്ത് ആ ടീമിനെ യൂറോപ്പ ലീഗ് സ്പോട്ടിലോട്ട് ആ ടീമിനെ ഫിനിഷ് ചെയ്യിപ്പിക്കുകയാണ്. ചില്ലറ കാര്യമല്ല പുള്ളി ചെയ്തത്. അവിടെ നിന്നും തൊട്ടടുത്ത സീസൺ നമ്മൾ നോക്കുകയാണെങ്കിൽ സാബി അലോൺസോ എന്ത് ചെയ്യുന്നു? ടീമിൽ നമുക്കറിയാം, ഈ ടീമിൽ ധാരാളം യങ്സ്റ്റേഴ്സ് ഉണ്ട്, ഇഞ്ചറി ഇഷ്യൂസ് മൂലം സ്ട്രഗിൾ ചെയ്യുന്ന ധാരാളം പ്ലേയേഴ്സ് ഉണ്ട്. അവരുടെ ഫിറ്റ്നസിൻ്റെ കാര്യം ശരിയാക്കണം. ഫ്ലോറിയൻ വിറ്റ്സ് പ്രോബബ്ലി ആ ടീമിലെ ഏറ്റവും ബെസ്റ്റ് ടാലൻറ്റ്. ഈ ഒരു ബയൺ ലെവർകൂസൻ ടീമിൽ ഒരു സൂപ്പർ സ്റ്റാർസ് ഇല്ല. സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നൊരു സംഭവമില്ല. പക്ഷേ അവരുടെ സൂപ്പർ സ്റ്റാർ ആവാൻ കപ്പാസിറ്റി ഉള്ള നെക്സ്റ്റ് ബിഗ് തിങ് എന്ന് പറയാൻ സാധ്യതയുള്ള പ്ലെയർ ആരാണ്? ഫ്ലോറിയൻ വിറ്റ്സ്. ആളുടെ മേജർ ഇഷ്യൂ തന്നെയാണ് ഇഞ്ചറി ക്രൈസിസ്. ഈ സീസൺ ഫിറ്റ്നസിൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സാബി അലോൺസോ ഫിറ്റായിട്ട് ത്രൂ ഔട്ട് ദ സീസൺ നിർത്തുകയാണ്. കൺസിസ്റ്റൻ്റ്ലി പെർഫോമൻസുകൾ പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഒരു ബിഗ് പ്ലെയർ ആണ് എന്നുള്ള രീതിയിൽ പെർഫോമൻസുകൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ആ ലാസ്റ്റ് സീസൺ എൻഡ് ചെയ്യുന്നു. ഈ ടീമിന് എന്താണ് വേണ്ടത്? എക്സ്പീരിയൻസ് എന്ന് പറയുന്നൊരു സംഭവം ഏതൊരു ടീമിനും ടൈറ്റിൽ അടിക്കണമെങ്കിൽ വേണം. സാബി അലോൺസോ ഈ ടീമിനെ വിശ്വസിച്ചു. ഗ്രണ്ടൻ സാക്കാനെ അദ്ദേഹം നേരിട്ട് പോയി കാണുകയാണ്. ആർസണലിൽ നിന്നും കൊത്തിക്കൊണ്ടുവരികയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഹോഫ്മാനെ കൊണ്ടുവരുന്നു, ആൻഡ്രിച്ചിനെ കൊണ്ടുവരുന്നു. സോ ഇവരെല്ലാവരും എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു ഫാക്ടറി ടീമിൽ വേണം. ടൈറ്റിൽ അടിക്കണമെങ്കിൽ ഇത് വേണം. യങ്സ്റ്റേഴ്സും യങ് ബ്ലഡും എല്ലാം രസമാണ്, പക്ഷേ എക്സ്പീരിയൻസ് എന്ന് പറയുന്നൊരു സംഭവം വേണം. ഗ്രണ്ടൻ സാക്ക വരുന്നു, അതൊരു മാസ്റ്റർഫുൾ മൂവ് എന്നൊക്കെ പറയുന്നില്ല, അമ്മാതിരി മൂവ് ആയിരുന്നു. എസക്കേൽ പലാസിയോസ്, ഗ്രണ്ടൻ സാക്ക, കിഡിലൻ ഒരു കോമ്പിനേഷൻ അവിടെ സെറ്റപ്പ് ചെയ്യുന്നു. ഹോഫ്മാനും ഫ്ലോറിയൻ വിറ്റ്സും അടിപൊളി ഒരു കോമ്പിനേഷൻ 2 വൈഡിൽ ഇൻവേർട്ട് ചെയ്ത് കളിക്കുന്ന റോളിൽ സെറ്റപ്പ് ചെയ്യുന്നു. ആൻഡ് ഗ്രിമാൾഡോനെ കൊണ്ടുവരുന്നു. 10+ ഗോള് 10+ അസിസ്റ്റ്. ചില്ലറ കാര്യമില്ല. ഗ്രിമാൾഡോ ലെഫ്റ്റ് ബാക്ക്, അപ്പുറത്ത് ഒട്ടും മോശമാക്കാതെ ഫ്രിംപോങ്ങിനെ കൊണ്ടുവരുന്നു റൈറ്റ് ബാക്കായിട്ട്. യങ് ബ്ലഡ് ഫ്രിംപോങ്ങിനെ പലപ്പോഴും ഇപ്പം നമ്മൾ ടാക്ടിക്കലി പുതിയൊരു സംഭവം സെറ്റപ്പ് ചെയ്യണം. ഫ്രിംപോങ്ങിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യണം. വൈഡ് ഏരിയാസിൽ ലോണായിട്ട് സാധാരണ നമ്മുടെ സ്ട്രൈക്കറിനെ നിർത്തണം,
അഥവാ നമ്മുടെ വിങ്ങറെ നിർത്തണം, നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ വിങ്ങറെ നിർത്തണം, അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ല സാലേനെ ഐസൊലേറ്റ് ചെയ്യുക മാക്സിമം, മെസ്സിനെ റൊണാൾഡോനെ പറ്റുന്ന അത്രയും ഫ്രീ ആയിട്ട് ഐസൊലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, അങ്ങനെയൊക്കെ നമ്മൾ പറയും. ബട്ട് ഇവിടെ സാബി അലോൺസോയുടെ ഒരു ടാക്ടിക്കലി നമുക്ക് ഫ്രിംപോങ്ങിനെ വേണം ഐസൊലേറ്റ് ചെയ്യാൻ. ആ ഒരു സിസ്റ്റം ആൾ ക്ലിയർലി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ഈ സീസണിൽ അങ്ങോട്ട് തുടങ്ങുകയാണ്. ഈ സീസൺ തുടക്കത്തിൽ ഇങ്ങനെ എന്താ പറയുക, എല്ലാ മാച്ചസും ജയിച്ചും 1 പോയിന്റ്സ് പോലും ഡ്രോപ്പ് ചെയ്യാതെ അഥവാ ഡ്രോസ് പിടിച്ചും തോൽവി അറിയാതെ മുന്നേറുമ്പോഴും നമ്മളെല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന ബയൺ മ്യൂണിക് ആയിരിക്കും ചാമ്പ്യന്മാർ. ഈ ഒരു പോക്ക് എത്ര നാൾ പോകുമെന്നറിയത്തില്ല. ഇവഞ്ച്വലി ബയൺ മ്യൂണിക്ക് കയറി വരും എന്നുള്ളൊരു കാര്യം ആണ് നമ്മൾ മിക്കവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. ഇതൊക്കെ നമ്മൾ ഒത്തിരി കണ്ടിട്ടുള്ളത് എന്നൊരു മട്ടായിരുന്നു അല്ലേ സീസൺ തുടങ്ങുന്ന ടൈം. എത്ര നാൾ പോകുമെന്ന് നമുക്ക് കണ്ടു നോക്കാമെന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷെ സാബി അലോൺസോയും ഈ ടീമും വിട്ടുകൊടുക്കാനായിട്ട് റെഡിയല്ലായിരുന്നു. ടാപ്സോവ, ഇൻകാപ്പിയ, എത്രയോ നല്ല യങ്സ്റ്റേഴ്സ് ആയ പ്ലേയേഴ്സ്, എത്രയോ പേര്, പാട്രിക് ഷിക്ക്, എറ്റാനദർ പ്ലെയർ, ബോണിഫേസിനെ കൊണ്ടുവരുന്നു, പ്രോപ്പറായിട്ട് ഈ ടീമിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. യങ് ബ്ലഡ്. പാട്രിക് ഷിക്ക് ഇഞ്ചറി ആയിട്ട് പുറത്ത് നിൽക്കുന്നു. ആൻഡ് ഇഞ്ചറിക്ക് ശേഷം വന്നതിന് ശേഷം അന്യായ പെർഫോമൻസുകൾ പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സ്പോട്ട് ബോണിഫേസിൽ നിന്ന് എനിക്ക് ആ സ്പോട്ട് വേണം. ബെഞ്ചിൽ നിന്ന് ഇറങ്ങി മാച്ചുകൾ ടീമിനെ ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പല മാച്ചസും ഈ സീസൺ ബയർ ലെവർകൂസനെ ജയിക്കാനായിട്ട് യാതൊരു റൈറ്റും ഇല്ലാത്ത മാച്ചസ് അവർ ലാസ്റ്റ് 10 മിനിറ്റ്, 10 ലാസ്റ്റ് ആഡ് ഓൺ ടൈം, എക്സ്ട്രാ ടൈം, സെക്കൻഡ് ഹാഫിൽ ആഡ് ഓൺ ടൈമിൽ കൊണ്ടുപോയി പോലും 2-3 ഗോൾ അടിച്ച് ജയിച്ച മാച്ചുകളുണ്ട് ലാസ്റ്റ് 10 മിനിറ്റിലൊക്കെ മാച്ചിൽ. ജയിക്കാൻ യാതൊരു റൈറ്റും ഇല്ലാത്ത മാച്ച് നമ്മൾ പറയുന്നത്. അതാണ് ഈ ഒരു തവണ ചെയ്യുമ്പം അത് ലക്കെന്ന് പറയാം. ബട്ട് 2, 3, 4 തവണയൊക്കെ ചെയ്യുമ്പം അത് ആ ടീമിൻ്റെ മെൻറ്റാലിറ്റിയാണ് പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. സോ ലക്കെന്ന രീതിയിൽ നമുക്ക് 1-2 തവണയൊക്കെ രക്ഷപ്പെട്ടു തരാം. ബട്ട് കണ്ടിന്യൂസ് ഓരോരോ മാച്ചസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നിസ്സാര കാര്യമല്ല. എനിക്ക് തോന്നുന്നു ഈ സീസണിൽ അവർക്ക് ടൈറ്റിൽ അടിക്കാം എന്നൊരു വിശ്വാസം വന്ന മാച്ച് ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു അലിയാൻസ് അറീനയിൽ ചെന്ന് ബയൺ മ്യൂണിക്കിനെ 2-2 ഡ്രോ പിടിച്ച മാച്ചായിരിക്കും എന്നാണ് തോന്നുന്നത്. പുറകിൽ പോയതിന് ശേഷം കംബാക്ക് നടത്തുന്നു. അതും ബയൺ മ്യൂണിക്കിൻ്റെ ഹോമിൽ ചെന്ന്, അലിയാൻസ് അറീനയിൽ ചെന്നത് ബയൺ മ്യൂണിക്കിനെ ഞങ്ങൾക്ക് 2-2 ഡ്രോയിൽ പിടിക്കാമെങ്കിൽ ബുണ്ടസ് ലീഗയിലെ ഏത് ടീമിനെ ഞങ്ങൾക്ക് അടിച്ചിടാം എന്നുള്ളൊരു വിശ്വാസം അവർ വരുന്നു. ബുണ്ടസ് ലീഗയിൽ മാത്രമല്ല, യൂറോപ്പ ലീഗിലാണേലും DFB പോക്കലിലാണെങ്കിലും എവിടെ ആണേലും. കാരണം ബയൺ മ്യൂണിക് വേൾഡിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ടീമാണ് അല്ലേ. ആ ടീമിനെ ഞങ്ങൾക്ക് അവരുടെ ഹോമിൽ ചെന്ന് അവരെക്കാളും സൂപ്പറായിട്ട് കളിച്ചു. ആ മാച്ചിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ ബയൺ മ്യൂണിക്കിനേക്കാളും നന്നായിട്ട് കളിച്ച ഒരു ടീം ബയർ ലെവർകൂസൻ ആയിരുന്നു. നമ്മൾ ആ മാച്ച് അന്നൊരു വാച്ച് ഒക്കെ ചെയ്തതാണ്. അന്ന് നമ്മൾ പലരും സർപ്രൈസ്ഡ് ആയി പോയതാണ് അല്ലേ. ബയൺ ലെവർകൂസനെ പലരും ആ മാച്ചിലായിരിക്കും ഫസ്റ്റ് ടൈം കണ്ടുപോലും. ഈ സീസണിൽ ശ്രദ്ധിച്ച ഒരു മാച്ചായിരിക്കും അത്. അന്യായമായിട്ട് അന്ന് ബയൺ മ്യൂണിക്കിനെ വെള്ളം കുടിപ്പിച്ച ഒരു മാച്ചായിരുന്നു. ബയൺ മ്യൂണിക്ക് ബാക്ക് ഫുട്ടിൽ തന്നെയായിരുന്നു പല അവസരങ്ങളും. ലെവർകൂസൻ വിക്ടറി ഡിസേർവ് ചെയ്തൊരു മാച്ചായിരുന്നു. അലിയാൻസ് അറീനയിൽ ചെന്നിട്ട് ഓർക്കണം, അലിയാൻസ് അറീനയിൽ ചെന്നിട്ട് അതാണ് അവർക്ക് കോൺഫിഡൻസ് കൊടുത്ത മാച്ച് എന്നാണ് ഞാൻ പേഴ്സണലി ബിലീവ് ചെയ്യുന്നത്. നമുക്ക് ടൈറ്റിലേക്ക് പോവാം. ബയണിനെ ഹോമിൽ ചെന്ന് വെള്ളം കുടിപ്പിച്ചു. നമ്മൾ ജയിക്കേണ്ട മത്സരമായിരുന്നു, നമ്മൾ പോയിന്റ് ഡ്രോപ്പ് ചെയ്തു എന്ന് മേ ബി അവർക്ക് തോന്നിക്കാണാം. അപ്പോൾ ബയൺ ഹോമിൽ ചെന്ന് ഞങ്ങൾക്ക് അങ്ങനെ ഒരു മെൻറ്റാലിറ്റി വന്നെങ്കിൽ വേറെ ഏത് ബുണ്ടസ് ലീഗയിലുള്ള വേറെ ഏത് ടീമിനെ ഹോമിൽ ചെന്ന് നമുക്ക് അവരെ അടിച്ചിടാവുന്നൊരു വിശ്വാസം അവർക്ക് വന്നതാണ്. അവിടെ നിന്നാണ് എനിക്ക് തോന്നുന്നത് പ്രോബ്ലി അവർക്ക് ആ ഒരു ട്രസ്റ്റ് വരുന്നത്. സാബി അലോൺസോ ഡെഫിനറ്റ്ലി ഈ ടീമിൽ വിന്നിങ് മെൻറ്റാലിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്, ഡെഫിനറ്റ്ലി എല്ലാം ചെയ്തിട്ടുണ്ട്. ബട്ട് ആ ഒരു മാച്ചാണ് പ്രോബ്ലി ടേണിംഗ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം ഈ സീസൺ അവർ തിരിച്ചു നോക്കിയിട്ടില്ല. തോക്കേണ്ട കളികൾ പോലും പോയി അവസാനം കംബാക്സ് നടത്തുന്നത്. പലപ്പോഴും നമ്മൾ തോറ്റുപോയി, ഇന്നത്തെ അൺബീറ്റൻ സ്ട്രീക്ക് തീർന്നു എന്നുള്ള ഒരു ഇത് വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അവരാണെങ്കിലും മാച്ച് തീരുന്നതിന് മുമ്പ് 1 സെക്കൻഡ് ഫൈനൽ വിസിലിന് മുമ്പ് അവർ ഗോൾ കണ്ടെത്തി മാച്ച് വിജയിക്കുന്ന, നല്ല ഡ്രോ പിടിക്കുന്നു. DFB പോക്കലിൽ അവർ ഫൈനലിലാണ്. മെയ് 25 മത്സരം നടക്കുന്നുണ്ട്. യൂറോപ്പ ലീഗിൽ ലിവർപൂൾ ഔട്ടാകുന്നതിൻ്റെ തൊട്ട് വക്കിലാണ്. ലിവർപൂൾ ഔട്ടായാൽ ക്ലിയർ ഫേവറേറ്റ് ലെവർകൂസൺ ആണെന്നാണ് പലരും പറയുന്നത്. സോ ട്രിപ്പിൾ അടിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും കാണുന്നു. 0 ടൈറ്റിൽസ് ഇൻ 120 ഇയേഴ്സിൽ നിന്നും ബൈ ദ എൻഡ് ഓഫ് ദി സീസൺ അവർക്ക് ട്രിപ്പിൾ വിന്നേഴ്സ് ആയിട്ട് തന്നെ പുറത്തിറങ്ങാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇന്നലത്തെ മാച്ചിന് ശേഷമുള്ള ആ ഒരു സെലിബ്രേഷൻ, ആ ഫാൻസ് പിച്ച് കയറി എന്നുള്ള ആ സെലിബ്രേഷനും മറ്റുമൊക്കെ കാണാൻ വളരെ വളരെ റിഫ്രഷിംഗ് ആയിരുന്നു. ഒരു ന്യൂട്രൽ എന്ന നിലയിൽ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ തറവലി എൻജോയ് ചെയ്തു. ഈ സീസൺ തറവലി ബുണ്ടസ് ലീഗ് എൻജോയ് ചെയ്തു. മേ ബി ലെവർകൂസൻ്റെ ഈ ഒരു റണ്ണ് ബുണ്ടസ് ലീഗ് ഡെഫിനറ്റ്ലി കൂടുതൽ വ്യൂവേഴ്സിനെ ഈ സീസൺ അട്രാക്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ ബുണ്ടസ് ലീഗ് നോക്കാത്ത ആൾക്കാർ പോലും, കാണാത്ത ആൾക്കാർ പോലും ലെവർകൂസൻ എന്താ സംഭവം എന്നറിയാനായിട്ട് അവർ നോക്കിയിട്ടുണ്ട്. കൂടാതെ സാബി അലോൺസോ, എല്ലാ ക്രെഡിറ്റും മാക്സിമം ക്രെഡിറ്റ് സാബി അലോൺസോയിലേക്ക് ചെന്നേ പറ്റൂ. വേണ്ട പ്ലേയേഴ്സിനെയൊക്കെ കൺവിൻസ് ചെയ്ത് കൊണ്ടുവരിക. ഇന്നലെയാണ് ഫ്ലോറിയൻ വിറ്റ്സിൻ്റെ ഹാട്രിക്കോട് കൂടി ജയിച്ച് ടൈറ്റിൽ ഉറപ്പിക്കുക.
നെക്സ്റ്റ് വണ്ടർ ബോയ് വിറ്റ്സിൻ്റെയും ഈ ഹോപ്പ്മാൻ്റെയും ബോണിഫേസിൻ്റെയും ഷിക്കിൻ്റെയൊക്കെ പെർഫോമൻസ് കാണുമ്പോൾ സാബി അലോൺസോ എന്ന് പറയുന്ന കോച്ചിൻ്റെ ഒരു ഇതാണ് കാണുന്നത്. ഇപ്പം ടാപ്സോവ നെർവസ് ഓൺ ദ ബോൾ, നെർവസ് ആയ ഒരു പ്ലെയറിന് പലരും പറഞ്ഞുകൊണ്ടിരുന്ന പ്ലെയർ, ആളെ പ്രോപ്പറായിട്ട് തന്നെ ഒരു കമാൻഡിങ് പവറുള്ള ഒരു പ്ലെയർ ആക്കി സാബി അലോൺസോ പറയുന്നത്. ഇൻകാപ്പിയ യങ് ടാലൻറ്റ് എടുത്തു പറയേണ്ട കാര്യമാണ്. നമ്മുടെ നേത്തൻ ടെല്ലയുടെ കാര്യം, ബേൺലിയിലൊക്കെ വന്ന് ലോണിന് കളിച്ചിട്ടുള്ള ആളൊക്കെ അവിടെ കൊടുക്കുന്ന പെർഫോമൻസ് വേറെ ലെവലാണ്. ആൻഡ് ഗ്രൻഡൻ സാക്ക പലാസിയോസ് കോമ്പിനേഷൻ, എസക്കിയൽ പലാസിയോസ് എറ്റാനദർ പ്ലെയർ എപ്പോഴും ഇങ്ങനെ ഇഞ്ചറി കാരണവും ഇൻകൺസിസ്റ്റൻസി കാരണവും ഹ്യൂജ് ടാലൻ്റ് ആണ്, പക്ഷേ ഇഞ്ചറി ഇൻകൺസിസ്റ്റൻസി ഇഷ്യൂ ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ സീസൺ ഇഞ്ചറി ഇഷ്യൂസ് ഉണ്ടായിരുന്നു എസക്കിയൽ പലാസിയോസിന്. അപ്പോഴും നമ്മൾ നോക്കുമ്പോഴേക്കും ആൻഡ്രിച്ചിനെയും മറ്റൊക്കെ മിഡ്ഫീൽഡ് യൂസ് ചെയ്ത് അവിടെ കവറപ്പ് കൊടുക്കുന്നതാണ്. ആൻഡ് എസക്കിയൽ പലാസിയോസിൻ്റെ പെർഫോമൻസ് ഓവറോൾ ഈ സീസൺ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ വേൾഡ് ക്ലാസ് എന്ന് തന്നെ പറയേണ്ട ഒരു. നെക്സ്റ്റ് സീസൺ പല ബിഗ് ക്ലബ്സും എസക്കിയൽ പലാസിയോസിന് വേണ്ടി നിങ്ങൾ എല്ലാ ചാൻസ് കാണുന്നുണ്ട്. ആൻഡ് ഫ്ലോറിയം വിറ്റ്സ് വാട്ട് എ പ്ലെയർ, ഒന്നും പറയാനില്ല. ഷിക്കും ബോണിഫേസും അടിപൊളി. ഈ ടീം സാബി അലോൺസോയുടെ ടീമാണ്. എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് സീസൺ ഡെഫിനറ്റ്ലി ഫേവറേറ്റ്സ് വീണ്ടും ബുണ്ടസ്ലീഗ തുടങ്ങുമ്പോൾ ബയൺ മ്യൂണിക് ആയിരിക്കും. അക്കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഈ ഒരു ഇത് റിപ്പീറ്റ് ചെയ്യുക പാടാണ്. പക്ഷെ സാബി അലോൺസോ അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. മേ ബി ലെവർകൂസനിൽ നിന്ന് കുറച്ച് പ്ലേയേഴ്സ് പോയെന്നും വരാം. പക്ഷേ സാബി അലോൺസോ എന്ന് പറയുന്ന ഫാക്ടർ അവിടെ ഉള്ളിടത്തോളം നെക്സ്റ്റ് സീസണും അവർ ഈ ടൈറ്റിലിന് വേണ്ടി മത്സരിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. പക്ഷേ ഫേവറേറ്റ് ക്ലിയർലി ബയൺ ആയിരിക്കും. പക്ഷെ അവർ മത്സരിക്കും, ഉള്ള ടൈറ്റിൽസിന് വേണ്ടി അവർ അങ്ങനെ മത്സരിക്കും. അവർ ചുമ്മാ കൊണ്ട് കളയാൻ പോകുന്നില്ല. ബോട്ടിലിംഗ് മെൻറ്റാലിറ്റി ടീമിനില്ല എന്ന് തോന്നുന്നു. ആൻഡ് ഈ സീസൺ ഇനിയും മാച്ചസുകളുണ്ട്. ബുണ്ടസ്ലീഗയിൽ കുറച്ച് മാച്ചുകൾ അവസരിക്കുന്നുണ്ട്. ആ മാച്ചുകൾ തോറ്റാലും നോ പ്രോബ്ലം, അവർ വിക്ടറി എടുത്തു. പക്ഷേ ആ മാച്ചസും ജയിച്ച് അൺബീറ്റൻ ആയിട്ട് ബുണ്ടസ്ലീഗ അടിക്കുകയാണെങ്കിൽ അതൊരു ഹ്യൂജ് മൈൽ സ്റ്റോൺ ആയിരിക്കും ബയർ ലെവർകൂസന്. കൂടാതെ യൂറോപ്പ ലീഗിലും ആൻഡ് ഫൈനലുണ്ട് DFB പോക്കലിൻ്റെ, അതിലും അവർ ജയിക്കട്ടെ. അങ്ങനെ എന്നാ പറയുക, ഒരു റിഫ്രഷിങ് ആയ ഒരു സ്റ്റോറി അല്ലേ നടക്കട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. ആൻഡ് ഒന്നും പറയാനില്ല, സാബി അലോൺസോ ആൻഡ് ടീമിന് ഒരു ബിഗ് മാസീവ് സല്യൂട്ട്. 11 വർഷങ്ങൾക്ക് ശേഷം അവസാനമായിട്ട് ക്ലോപ്പിൻ്റെ ഡോട്ട്മുണ്ടാണ് ബുണ്ടസ്ലീഗ അടിച്ചതല്ലേ ബയൺ മ്യൂണിക്ക് കൂടാതെ ഒരു ടീം. ഗ്രേറ്റ്, ഒന്നും പറയാനില്ല, ഗ്രേറ്റ്.